നമ്മൾ വാച്ചറിന്റെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അന്തർദേശീയ ബുക്കർ സമ്മാനം നേടിയ എഴുത്തുകാരി ആരാണ്? ഉത്തരം ഗീതാഞ്ജലി പാണ്ഡെയാണ്. ഗീതാഞ്ജലി പാണ്ഡെ. ഏതെങ്കിലും ഒരു അവാർഡ് നമ്മുടെ പരീക്ഷയിൽ ഉറപ്പായിട്ടും വരും. നമ്മുടെ സിലബസിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അന്തർദേശീയ ബുക്കർ സമ്മാനമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ഗീതാഞ്ജലി പാണ്ഡെ. അതുപോലെ രണ്ടാമത്തെ ചോദ്യം: ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏതു വർഷമാണ്? ഉത്തരം നവംബർ 12, 1936. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ദേവസ്വം ബോർഡിന്റെ എല്ലാ പരീക്ഷകളിലും ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. അത് വ്യക്തമായി പഠിച്ചു വെക്കുക. 3. ഗാന്ധിജിയുടെ നയം തലീം ആശയ പ്രചരണത്തിനായും അതിനെ അടിസ്ഥാനമാക്കിയും സ്ഥാപിച്ച ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം? ഉത്തരം ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നാലാമത്തത്: ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചരക്കു സേവന നികുതി അഥവാ GST-യിലെ ഏറ്റവും ഉയർന്ന നിരക്ക് എത്ര? ഏറ്റവും ഉയർന്ന നിരക്ക് 28%. അപ്പൊ GST-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നമ്മുടെ പരീക്ഷയിലും അത് പ്രതീക്ഷിക്കാം. ഇനി ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാണ്? ഉത്തരം സുകാർണോ. സുകാർണാണ്. അതായത് ചേരിചേരാ പ്രസ്ഥാനം, പഞ്ചശീല തത്വങ്ങളൊക്കെ നമ്മൾ എന്താണ് പഠിച്ച് വെക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ സുകാർണോ ആണ് ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം: കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി? ഉത്തരം D. സുബ്രഹ്മണ്യമാണ്. അപ്പൊ D. സുബ്രഹ്മണ്യം നമ്മുടെ ഹരിത വിപ്ലവ സമയത്തെ കൃഷി വകുപ്പ് മന്ത്രിയാണ്. ആര്? D. സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി എന്ന്. അപ്പൊ ഹരിത വിപ്ലവം എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്. ഹരിത വിപ്ലവം നമുക്ക് പഠിക്കാനുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അടുത്തത് ഏഴാമത്: സണ്ണി തോമസ് ഇന്ത്യൻ കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളിയാണ്. അവരുടെ മേഖല ഏത്? ഉത്തരം ഷൂട്ടിംഗ് കോച്ചാണ് സണ്ണി തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികളുമായി ബന്ധപ്പെട്ട കായിക രംഗം നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് മലയാളികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അത് കായിക രംഗത്ത് മലയാളികളാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത്: സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യ വ്യക്തിത്വം ആരാണ്? ഉത്തരം ലീല നമ്പൂതിരിപ്പാടാണ്. അപ്പൊ നമ്മുടെ തൂലികാ നാമങ്ങളും അപരനാമങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ ഒൻപതാമത്തെ ചോദ്യം: വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ ഏതു മേഖലയിലെ പ്രവർത്തനത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ഇപ്പൊ നൊബേൽ സമ്മാനം ലഭിച്ചത് ഇതിനാണ് രസതന്ത്രമാണ്. വെങ്കിട്ടരാമൻ രാമകൃഷ്ണന് രസതന്ത്രത്തിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് ഈ നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ പ്രത്യേകമായി പഠിക്കണം. നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ എന്താണ് നമ്മൾ പ്രത്യേകം പഠിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ, അതായത് 2020, 21, 22 വർഷങ്ങളിലെ അല്ലെങ്കിൽ ഇപ്പൊ 23 വർഷത്തെ എന്താണ് നൊബേൽ സമ്മാനം കിട്ടിയ ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ 10: ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ച ശരിയായ ഉത്തരം ഏതെന്ന് കണ്ടുപിടിക്കുക. അംഗങ്ങളെ സർക്കാർ നിയമിക്കുന്നു, കളക്ടർ അധ്യക്ഷനാണ്, ബഡ്ജറ്റ് പാസ്സാക്കുന്നു, ഭരണഘടനാ സ്ഥാപനമാണ്. ഏതാണ്? ഭരണഘടനാ സ്ഥാപനമാണ് ജില്ലാ ആസൂത്രണ സമിതി എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിച്ചു വെക്കണം. നമുക്ക് ജില്ലാ കളക്ടറെയും പഞ്ചായത്തുകളെയും അതുപോലെ ചീഫ് സെക്രട്ടറിയും സർക്കാർ ഭരണത്തെ എല്ലാം വ്യക്തമായി നമ്മുടെ സിലബസിലുണ്ട്. അത് നമുക്ക് പഠിക്കാനും ഉണ്ട്. 11: മതേതരൻ ഹില്ല് ഏതു സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്രയിലാണ്. പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ ഈ ഒരു നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രധാന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രധാന ഹിൽ സ്റ്റേഷനുകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ മതേതരൻ ഹില്ലാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓർത്ത് വെക്കുക. ഇനി താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? ഉത്തരം ഫോറസ്റ്റ് ആണ്. സെൻസസ് യൂണിയൻ ലിസ്റ്റ്, വയർലെസ് യൂണിയൻ ലിസ്റ്റ്, ബാങ്കിങ് യൂണിയൻ ലിസ്റ്റ്. അതിൽ പെടാത്തത് ഫോറസ്റ്റ് മാത്രമാണ് 12ാമത്തെ. ഇപ്പൊ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത് മൂന്നും നമുക്ക് വളരെ വ്യക്തമായി പഠിക്കണം. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഉത്തരം സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. അപ്പൊ നമുക്ക് ആ ഒരു മേഖല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മേഖല പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ മാതൃജ്യോതി പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്? അത് അംഗവൈകല്യമുള്ള അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകാനാണ്. അപ്പൊ പദ്ധതികൾ, പ്രധാനപ്പെട്ട പദ്ധതികൾ എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് തന്നെ പദ്ധതികൾ നമുക്ക് ചോദിക്കും, അത് പഠിക്കാനുണ്ട്. പിന്നെ 15ാമത്തെ: കേരള ലോകായുക്തയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി ഇടതുപക്ഷ സർക്കാരാണ് രൂപീകരിച്ചത് എന്നാണ്. അപ്പൊ എന്താണ് കേരള ലോകായുക്തയുമായി ബന്ധപ്പെട്ട് എന്നും കേരള ലോകായുക്തയെ കുറിച്ചും ലോക്പാലിനെ കുറിച്ചും നമുക്ക് പഠിക്കണം. ഓക്കെ. പിന്നെ റിയോ ഉച്ചകോടി നടന്ന വർഷം 1992 ആണ്.
നമ്മുടെ ഈ പ്രധാനപ്പെട്ട കാലാവസ്ഥ അല്ലെങ്കിൽ പരിസ്ഥിതി ഉച്ചകോടികളൊക്കെ എന്താണ് നമുക്ക് പഠിക്കണം. 17 COVID-19 നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഏത് മൂല നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്? അത് എപ്പിഡമിക്സ് ഡിസീസ് ആക്ട് 1897 ആണ്. അപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. നമുക്കത് പഠിച്ചെടുക്കാം. അടുത്തത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് കോട്ടയത്താണ്. കോട്ടയം. ഓർക്കുക, സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ നമുക്ക് ദേവസ്വം ബോർഡിൽ പഠിക്കാനുണ്ട്. നമ്മളത് പഠിക്കുക തന്നെ ചെയ്യും. 19 കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് പ്രവർത്തനം തുടങ്ങിയ വർഷം 1977 ആണ്. 1977. അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് ദേവസ്വം ബോർഡിന്റെ പ്രധാന അല്ലെങ്കിൽ നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ സഹകരണ വകുപ്പിന്റെയും അതുപോലെ തൊഴിൽ വകുപ്പിന്റെ ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അടുത്തത് യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്കിലാണ്. അപ്പൊ UN അനുബന്ധ വസ്തുതകൾ നമുക്ക് പഠിക്കണം. 21 നഗരപരിധിയിൽ ഓട്ടോറിക്ഷകൾക്ക് അനുവദനീയമായ വേഗപരിധി എത്രയാണ്? അതായത് ഓട്ടോറിക്ഷകൾക്ക് നഗരത്തിൽ 30 km/h ആണ്. അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ടുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ അത്തരം മോട്ടോർ വെഹിക്കിൾ ആക്ടുകളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പിന്നെ കേരളത്തിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി അത് കബനിയാണ്. PSCയുടേതായാലും ദേവസ്വം ബോർഡിന്റേതായാലും ഇഷ്ടപ്പെട്ട വിഷയമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ആ 3 നദികളെയും വളരെ വ്യക്തമായി പഠിച്ചു വെക്കണം. പിന്നെ 23 വരുമ്പോൾ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം അത് ഒന്നേ ഉള്ളൂ. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതേതാണ്? വയനാടാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കാണ് അതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് ആണെന്ന്. അടുത്ത 24 ചോദ്യം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 ആണ്. മെയ് 22 ഒരു പ്രധാന ദിവസം നമുക്ക് വളരെ വ്യക്തമായി പഠിച്ചു. ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാകുമെന്ന് ഓർത്ത് നോക്കുക. ഒരു ദിവസം നമ്മൾ പഠിക്കണം. അടുത്തത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ അടിസ്ഥാന വികസന നിർമ്മാണ വ്യവസായ സ്ഥാപനമാണ് ULCC. എന്താണത്? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ കുറിച്ചാണ് നമുക്കത് വ്യക്തമായി പഠിക്കാനുണ്ട്. കാരണം കേരളത്തിന്റെ എല്ലാ പദ്ധതികളും ചെയ്യുന്ന സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സ്ഥാപനം തന്നെയാണ് ഇത് ULCCS അല്ലെങ്കിൽ ഊരാളുങ്കൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം അത് കൊച്ചിയാണെന്ന് ഓർക്കുക. അടുത്തത് വില്ലുവണ്ടി പ്രക്ഷോഭത്തിന്റെ നായകൻ അത് അയ്യങ്കാളിയാണ്. അപ്പൊ നവോത്ഥാനം നമുക്ക് പഠിക്കണം. നവോത്ഥാന നായകനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, വില്ലുവണ്ടി പ്രക്ഷോഭത്തിന്റെ നായകൻ അയ്യങ്കാളി. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? അത് കേളപ്പനാണ്. അപ്പൊ കേരളവും ഉപ്പു സത്യാഗ്രഹവും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് അവിടെയും പഠിക്കണം. അയിത്തം നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശം ഉൾക്കൊള്ളുന്ന വകുപ്പ് ആർട്ടിക്കിൾ 17 ആണ്. അപ്പൊ നമ്മുടെ മൗലികാവകാശവും ഈ ഒരു പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗലികാവകാശം, മൗലിക കടമകൾ, അതുപോലെ മാർഗ നിർദ്ദേശക തത്വങ്ങൾ, പൗരത്വം എന്നിവ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കണം. 30 ചോദ്യത്തിലേക്ക് വരുമ്പോൾ യൂറോപ്യന്മാർ കേരളത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട സംഭവം ഏതാണ്? യൂറോപ്യന്മാർ കേരളത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് അത് കുളച്ചൽ യുദ്ധത്തിലാണ്. മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 31 ചോദ്യം മാത്സ് ആണ്, കണക്കാണ്. ഇവിടുന്ന് മുതൽ ഒരു ചതുരത്തിന്റെ വശങ്ങൾ 20 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് അതിന്റെ നീളം 25% വർദ്ധിക്കുമ്പോൾ പരപ്പളവിന് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ വീതി എത്ര കുറയ്ക്കണമെന്നാണ് ഉത്തരം. B 20%. 20% കുറക്കണം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പ്രത്യേകം നമുക്ക് ചതുരം, വൃത്തം, ത്രികോണം ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. 32 ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെ എഴുതിയ 10 നറുക്കുകളുണ്ട്. ഒരു നറുക്കിൽ ഒരു സംഖ്യ മാത്രം. ഇതിൽ നിന്നും ഒരു നറുക്കെടുത്താൽ ആ നറുക്കിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എത്ര? അത് 1/10 ആണ്. 1/10. അടുത്തത് 1900 ജനുവരി 1 തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ 1901 ജനുവരി 1 ഏത് ദിവസമായിരുന്നു? അത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ നമുക്ക് കലണ്ടറുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഉണ്ടെന്ന് ഓർക്കുക. ഇനി ABCDEF എന്നിവ തുടർച്ചയായ 6 ഒറ്റ എണ്ണൽ സംഖ്യകളാണ്. ഇവയുടെ ശരാശരി 28 ആണെങ്കിൽ C+D എത്ര എന്നാണ്? 28 ആണെങ്കിൽ C+D എത്രയാണ്? അത് ഉത്തരം 56 ആണ്. അപ്പൊ ശരാശരിയുമായി ബന്ധപ്പെട്ട് എണ്ണൽ സംഖ്യകളൊക്കെ ആയി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി 35 1.11 പ്ലസ് 2.22 പ്ലസ് 3.33 പ്ലസ് ഇങ്ങനെ തുടങ്ങുന്നത് പ്ലസും മൈനസും വരുന്നൊക്കെ ഉണ്ട്. അതിന്റെ ഉത്തരം A 48.62 ആണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും.
അടുത്ത 36ാമത്തെ ചോദ്യം. എ എന്ന സ്ഥലത്ത് നിൽക്കുന്ന രാമുവിന് ബി എന്ന കുന്നിൽ നിന്നും ഒരാൾ മരം വെട്ടുന്നത് കാണാം. എയും ബിയും തമ്മിലുള്ള അകലം 686 മീറ്റർ ആണ്. എങ്കിൽ മരം വെട്ടുകാരന്റെ മഴു മരത്തിൽ പതിഞ്ഞ് എത്ര സമയത്തിന് ശേഷമായിരിക്കും രാമുവിന് അതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുക? ആ പ്രദേശത്തെ ശബ്ദത്തിന്റെ വേഗത മണിക്കൂറിൽ 1235 കിലോമീറ്റർ ആണെന്ന് കൂടി ഓർക്കുക. ഉത്തരം 2 സെക്കൻഡ് ആണ്. അടുത്തത് 37. ഒരാൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ 1 ലിറ്റർ വിനാഗിരിയിൽ അസറ്റിക് ആസിഡും വെള്ളവും തമ്മിലുള്ള അംശബന്ധം 1:9 ആണ്. അതിന്റെ വീര്യം കുറച്ച് ഈ അംശബന്ധം 2:23 ആക്കുന്നതിന് എത്ര വെള്ളം കൂടി ചേർക്കണം? ഉത്തരം 250 മില്ലി ലിറ്റർ വെള്ളം കൂടി ചേർക്കണം. 38. 6, 24, 60, 120 ഡാഷ് എന്ന ശ്രേണിയിലെ 5ാം പദം ഏതാണ്? അത് 210 ആണ്. 39. പി എന്ന ബിന്ദുവിൽ നിന്നും പുറപ്പെട്ട ഒരാൾ 10 മീറ്റർ നേരെ പടിഞ്ഞാറോട്ട് നടന്നതിന് ശേഷം 5 മീറ്റർ തെക്കോട്ടും തുടർന്ന് 5 മീറ്റർ പടിഞ്ഞാറോട്ടും അവിടെ നിന്ന് 13 മീറ്റർ വടക്കോട്ടും നടന്ന് ക്യൂ എന്ന ബിന്ദുവിലെത്തി. പി ക്യൂ ഇവ തമ്മിലുള്ള അകലം എത്ര? ഉത്തരം 17 മീറ്റർ ആണ്. മറ്റൊന്ന്, 12% നഷ്ടത്തിൽ വിറ്റ ഒരു സാധനം 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 4% ലാഭം കിട്ടുമായിരുന്നു. ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര? ഉത്തരം 375 രൂപയാണ്. 375 രൂപ. ഇനി ഇംഗ്ലീഷ് ആണ്, മാത്സ് കഴിഞ്ഞു. അടുത്തത്, ഷീ സീംസ് ടു ബി ആൻ ആമിയബിൾ യങ് ലേഡി. വി അച്ചീവ്ഡ് ഇറ്റ് ത്രൂ എ പെർഫെക്റ്റ്ലി അമിക്കബിൾ വേ. ഫൈൻഡ് ഔട്ട് ദ മീനിങ്സ് ഓഫ് വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. അത് അമിക്കബിൾ എന്നും അമിയബിൾ എന്നതിന്റെ അർത്ഥം. അത് ഒന്ന് ഫ്രണ്ട്ലി എന്നും ഒന്ന് പീസബിൾ എന്നുമാണ് അർത്ഥം. ഫ്രണ്ട്ലി എന്നും പീസബിൾ. 42. റൈറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പെയിൻലെസ് കില്ലിംഗ് ഓഫ് എ പേഷ്യന്റ് സഫറിംഗ് ഫ്രം ആൻ ഇൻക്യൂറബിൾ ആൻഡ് പെയിൻഫുൾ ഡിസീസ് ഓർ ഇൻ ആൻ ഇറവറസിബിൾ കോമ. അതാണ് യുതാൻഷ്യ. യുതാൻഷ്യയെ കുറിച്ച് നമുക്ക് പഠിക്കാം. 43. ഹി സ്കേഴ്സ്ലി വിസിറ്റ്സ് ഹിസ് പാരന്റ്സ് ഡാഷ് ഡസ് ഹി. നമ്മുടെ ടാഗ് ആണ്, ടാഗ് ക്വസ്റ്റ്യൻ. ടാഗ് നമുക്ക് പഠിക്കാനുണ്ട്. 44. ഷീ ലെഫ്റ്റ് ദ ഫേം ബിക്കോസ് ഷീ കുഡിന്റ് അഗ്രി ഡാഷ് ഇറ്റ്സ് മാർക്കറ്റിംഗ് പോളിസി. യൂസ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. ഇവിടെ ടു ആണ് വരുന്നത്. ടു നമുക്ക് പ്രിപ്പോസിഷൻ ഒക്കെ പഠിക്കാനുണ്ട് എന്ന് ഓർക്കുക. 45. അന്റോണിയം ഓഫ് ഫെയിം ആണ്. ഫെയിം എന്നതിന്റെ അന്റോണിയം എന്താണ്? ഡിസ്ഗ്രേസ് ആണ്. 46. ഷീ മെയ്ഡ് മീ ഗിവ് ഹർ ദ ഡീറ്റെയിൽസ് ഓഫ് മൈ ബാങ്ക് അക്കൗണ്ട്. ചേഞ്ച് ദ സെന്റൻസ് ഇൻടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് ഐ വാസ് മെയ്ഡ് ടു ഗിവ് ഹർ ദ ഡീറ്റെയിൽസ് ഓഫ് മൈ ബാങ്ക് അക്കൗണ്ട് എന്നതാണ്. 47. ഐ ഡാഷ് ഇൻ ട്രബിൾ ഇഫ് യു ഡാഷ് മീ. ഐ വുഡ് ഹാവ് ബീൻ ഇൻ ട്രബിൾ ഇഫ് യു ഹാഡിൻ ഹെൽപ്ഡ് മീ എന്നാണ് അത് വരുന്നത്. ഓക്കെ. 48ാമത്തെ ചോദ്യം. മിസ്റ്റർ ആർ റൺസ് എ സ്മോൾ ബിസിനസ്. He started doing this 5 years ago. Write the sentence using since or for. ഉത്തരം സി ആണ്. മിസ്റ്റർ ആർ ഹാസ് ബീൻ റണ്ണിംഗ് എ സ്മോൾ ബിസിനസ് ഫോർ 5 years. 49. Where are you going for your summer holiday? I asked my cousins. Change sentence into indirect സ്പീച്ചിലേക്ക് മാറ്റാം. I asked my cousins where they were going for their summer holidays. അതാണ് ഉത്തരം. അടുത്തത്, I reckoned buy a new flat last year, but I not sell my old house yet. Use correct tense forms. I bought a new flat last year, but I haven't sold my old house yet എന്നതാണ് ഉത്തരമായി വരുന്നത്. ഓക്കെ. അടുത്തത് മലയാളം. ശരിയായ വാക്ക് കണ്ടെത്തുക. മൂടൻ എന്നതാണ്. മൂടൻ എന്നതിന്റെ അർത്ഥം ഇതാണ്. ഡബിളിന്റെ ആ ഒരു ഇത് വരുന്നതാണ്. ഓക്കെ. അടുത്തത് 52. മേയനാമത്തിന് ഉദാഹരണം ഏതാണ്? അത് ആകാശമാണ്. ആകാശമാണ് മേയനാമത്തിന് ഉദാഹരണം. ഇനി 53. ശരിയായി വിഗ്രഹിക്കുക. യഥോചിതം എന്നത് ഉചിതം അനുസരിച്ച് എന്നാണ് വിഗ്രഹിക്കുന്നത്. ഉചിതം അനുസരിച്ച്. അടുത്തത് 54. അടിയിൽ വരച്ച പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഇവിടെ പ്രഭാത സ്നാനം ആരോഗ്യത്തിന് നല്ലതാണ്. ഇവിടെ പ്രഭാതം എന്നതിന്റെ വിപരീതം എന്താണ്? പ്രദോഷം എന്നതാണ്. 55. സന്ധി നിർണയിക്കുക. പാറക്കെട്ട് എന്നതിന്റെ സന്ധി ദ്വിത്വസന്ധിയാണ്. ദ്വിത്വം ഇരട്ടിച്ചു എന്നതാണ്. 56. പക്ഷി എന്ന പദത്തിന്റെ സമാന പദം അത് ഗഗം എന്നതാണ്. ഒറ്റപ്പദം എഴുതുക. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം എന്നാണ്. 58. അയ്യോ എന്നെ രക്ഷിക്കണേ. ഇവിടെ അയ്യോ എന്ന പദത്തിനു ശേഷം ചേർക്കേണ്ട ചിഹ്നം അത് വിക്ഷേപിണിയാണ്. വിക്ഷേപിണി ചിഹ്നമാണ്. 59. താഴെ പറയുന്നവയിൽ ഭേദകത്തിന് ഉദാഹരണം സുന്ദരൻ എന്നതാണ്. നാഗം നാഗം. ശരിയായ അർത്ഥവ്യത്യാസം ഏതാണ്? സ്വർഗം പാമ്പ് എന്നതാണ്. സ്വർഗം പാമ്പ്. നാഗം പാമ്പ്, നാഗം സ്വർഗം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ്? അത് ഓക്സിജൻ ആണ്. ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഓക്സിജൻ. സയൻസിലെ കാര്യങ്ങളാണ്, വ്യക്തമായി നോക്കുക.
രണ്ട്, പ്രകാശ സംശ്ലേഷണത്തിൽ ഇരുണ്ട ഘട്ടം നടക്കുന്ന എവിടെ വെച്ചാണ്? അത് സ്ട്രോമയിൽ വെച്ചാണ്, സ്ട്രോമ. അടുത്തത് DPT വാക്സിൻ താഴെ പറയുന്നവയിൽ ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നു? അത് വില്ലൻ ചുമയാണ്, വില്ലൻ ചുമ. ഓക്കെ. 64, താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം? ഉത്തരം ചിക്കൻ ഗുനിയ. 65, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്, വൈറ്റമിൻ കെ. ചുവടെ നൽകിയിരിക്കുന്ന ഏതു പദാർത്ഥമാണ് സമ്പർക്ക പ്രക്രിയ വഴി നിർമ്മിക്കാനാവുന്നത്? അത് ഓലിയമാണ്, ഓലിയം. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെ പദാർത്ഥങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് നീല നിറം ലഭിക്കുന്നത്? അത് 1, 3 ആണ്. അതായത് ചുണ്ണാമ്പ് വെള്ളവും സോപ്പ് ലായനിയും കൂടിയാണ് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് നീല നിറം ലഭിക്കുന്നത്. അപ്പൊ ലിറ്റ്മസ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ അവിടെ സിലബസിൽ പറയുന്നതാണ്. അടുത്തത് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്ന ലവണമാണ് മഗ്നീഷ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. 69, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കൊളോയിഡുകളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന? അത് ഏകാത്മക മിശ്രിതങ്ങൾ എന്നതാണ്. തെറ്റാണ്. ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. പാല്, പുക, മൂടൽമഞ്ഞ് തുടങ്ങിയവ കൊളോയിഡ് ഉദാഹരണങ്ങളാണ്. കൊളോയിഡൽ കണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു കൂടി മനസ്സിലാക്കുക. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്ന ഏത് ലോഹത്തിനാണ് വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരമില്ലത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അടുത്തത് 71, വൈദ്യുത കാന്തിക പ്രേരണം എന്നത് ഒരു കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിനെയോ ആപേക്ഷിക ചലനം മൂലം പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ 71ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക 76 തന്നിരിക്കുന്നത്. അതിന്റെ താഴെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ കുറച്ച് താഴോട്ട് പോകണം, അവർക്ക് ആ ഇട്ടപ്പോ മാറിപ്പോയതാണ്. അത് 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ നൽകിയ ഇന്ധനങ്ങളിൽ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം? അത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജനെ കുറിച്ചും ഓക്സിജനെ കുറിച്ചും പ്രത്യേകം പഠിക്കാനുണ്ട്. 73, ഇന്ത്യയിൽ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടതയിലാണ്? 11 kV ആണ്, 11 kV. അടുത്തത് ന്യൂട്ടൺ ആവിഷ്കരിച്ച ഏത് നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രവർത്തനമുണ്ട് എന്ന് വിശദീകരിക്കുന്നത്? അത് ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. 75, സാന്ദ്രതയുടെ യൂണിറ്റ് ശരിയായ രീതിയിൽ എഴുതിയത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടെ 75 ക്വസ്റ്റ്യൻ ആയി, പക്ഷെ നമ്മുടെ മറ്റേ 76 മുതലുള്ള മുകളിലോട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഒന്നും കൂടി അത് പോയിട്ട് നോക്കാം. ഇവിടെ ഇങ്ങനെയാണ്. അതായത് 76ാമത്തെ ചോദ്യം മുതൽ കമ്പ്യൂട്ടർ ആണ്. ഒന്ന്, ദ വേൾഡ്സ് ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ? അത് ENIAC ആണ്, ENIAC ആണ്. 77, ദ വാല്യൂ ഓഫ് 1 പെറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 TB, ടെറാബൈറ്റ് ആണ്. അടുത്ത 78, ASCII സ്റ്റാൻഡ്സ് ഫോർ? ASCII. ASCII എന്ന് പറയുമ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണെന്ന് മനസ്സിലാക്കുക. 79ാമത്തെ, വിച്ച് കമ്പനി മാനുഫാക്ചേഴ്സ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? മാക് സംബന്ധിച്ചുള്ളത് ആപ്പിളിന് മാത്രമാണ്. 80, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? അത് ഫോട്ടോഷോപ്പ് ആണ്, ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ അല്ലാത്തത്. അബി വേർഡ് അതെ, MS വേർഡ് അതെ, ഗൂഗിൾ ഡോക്സ് അതെ. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. 81, ഡാഷ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്റർനെറ്റ്? അത് വിൻഡൻ കെ സെർഫ് ആണ്. 82, ദ ടേം സൈബർ സ്പേസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വില്യം ഗിബ്സൺ ആണ്, വില്യം ഗിബ്സൺ. 83ാമത്തത്, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്? അത് ക്രീപ്പർ ആണ്, ക്രീപ്പർ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്. 84ലേക്ക് വരുമ്പോൾ, ദ ടേം FOSS ഫോഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. 85ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈബർ ക്രൈം? അതായത് ഇൻസ്റ്റാളിംഗ് ആന്റിവൈറസ് പ്രോഗ്രാം എന്നത് ഒരു സൈബർ ക്രൈം അല്ല, എന്നാൽ ഐഡന്റിറ്റി ത്രഫ്റ്റ് സൈബർ ക്രൈം ആണ്. ഇംപേഴ്സണൈസേഷൻ സൈബർ ക്രൈം ആണ്. ക്രെഡിറ്റ് കാർഡ് ഫ്രോഡും നമ്മുടെ സൈബർ ക്രൈമിൽ വരുന്നതാണ്. ഓക്കെ. അത് കഴിഞ്ഞ് 86ലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആരംഭിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം 2008 ആണ്. 2008ലാണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത്. 87ാമത്തെ ചോദ്യം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വളപട്ടണം പുഴയുടെ തീരത്താണ്. അടുത്തത് 88, ഇരിങ്ങോൽക്കാവ് ഏത് ജില്ലയിലാണ്? അത് എറണാകുളം ജില്ലയിൽ. ഇരിങ്ങോൽക്കാവ് എറണാകുളം ജില്ലയിലാണ്. 89, എത്ര ദിവസം ചേരുന്നതാണ് ഒരു ചന്ദ്രപക്ഷം? 15 ദിവസം ചേരുന്നതാണ് ഒരു ചന്ദ്രപക്ഷം. അടുത്തത് കടവയാതി സമ്പ്രദായത്തിൽ ന എന്ന അക്ഷരത്തിന്റെ വില? അത് 0 ആണ്, 0. 91, പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടിപ്പോകുന്ന ചടങ്ങുള്ള അമ്പലമാണ് കൊറ്റൻകുളങ്ങര, കൊറ്റൻകുളങ്ങര. 92, കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദനാണ്, മാനവേദൻ. 93, നാരായണീയം ഏത് പുരാണം സംഗ്രഹിച്ച രൂപമാണ്? അത്
ഭാഗവത പുരാണം സംഗ്രഹിച്ച രൂപമാണ് നാരായണീയം എന്ന് പറയുന്നത്. അടുത്തത് ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ശ്രീകുമാരനാണ്. ശില്പരത്നം. 95 ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ VK വിജയനാണ്. 96 ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യൻ. 97ാമത്തെ ചോദ്യം അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ്? കൂടിയാട്ടം കലയുടെ ആചാര്യനാണ്. 98 സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിലുള്ളതാണ്? മുണ്ടകോ ഉപനിഷത്തിൽ നിന്നാണ് അതെടുത്തിരിക്കുന്നത്. 99 പൂർണ്ണത്രയീശ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃപ്പൂണിത്തറയിലാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 100ാമത്തെ ചോദ്യം ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീ നാരായണ ഗുരുവാണ്. ഇത്രയും ചോദ്യങ്ങളാണ് വാച്ചർ പരീക്ഷയിൽ വന്നിരിക്കുന്നത്. വാച്ചർ പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മുടെ സിലബസിനോട് തന്നെ നീതി പുലർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LDC നടന്നപ്പോൾ എന്താണ് സിലബസിനോട് യാതൊരു വിധത്തിലും നീതി പുലർത്താത്ത ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം നടന്ന പരീക്ഷകളിലൊക്കെ സിലബസുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എന്താണ് ചോദിച്ചിട്ടുള്ളത്.